ഇത് അനുശ്രീയുടെ ബ്രദറാ ഫോട്ടോഗ്രാഫർ. ഇതെന്താന്ന് മനസ്സിലായോ? കരിമ്പ് കരിമ്പ് നല്ല കുട്ടിയായിട്ട് തന്നെ വാരത്തിനാണ് കേട്ടോ. ഇതെല്ലാം കൂട്ടിയാണ് കഴിക്കേണ്ടത് കേട്ടോ. അപ്പൊ ചൂട് മാറ്റാനായിട്ട് ഇളക്കി തരാം കേട്ടോ. വിരാള രാജ്യത്ത് വിരാള സുതയായോ പാഞ്ചാലിയുടെ അക്ഷയപാത്രത്തില് മടനീര തോരനേ സന്തോഷായി. സന്തോഷമായോ അരുണേട്ട? അടിപൊളി എക്സ്പീരിയൻസ്. ഞാനിങ്ങനെ അല്ലാണ്ട് നമ്മുടെ ചാനലിലൊക്കെ കണ്ടിട്ടുള്ളൂ. അമ്പലത്തിൽ വരാറുണ്ട്. വള്ളസദ്യ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഓർമ്മയിൽ. ഇതിൽ നമ്മുടെ വള്ളത്തിൻ്റെ ടീമാണ്. അവരുടെ കൂടെ ഇതാണ് ഞങ്ങൾ കഴിച്ചില്ല, കഴിച്ചിട്ട് അഭിപ്രായം പറയാം. അവിസ്മരണീയമായ ഒരു ഇതായിരുന്നു അല്ലേ? നല്ല ഫീലും. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. വള്ളസദ്യ ഉണ്ടെങ്കിലും നമ്മൾ അടുത്താണെങ്കിൽ പോലും നമ്മളങ്ങനെ വന്ന് ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു ഭയങ്കര പക്ഷേ എനിക്ക് തോന്നുന്നു ലിമിറ്റഡ് ആളുകൾക്ക് കയറാൻ പറ്റുള്ളൂ. പക്ഷെ ഭയങ്കര നമുക്ക് ഒരു വല്ലാത്തൊരു ഫീൽ ഉണ്ടാവും. വിരാള രാജ്യത്ത് വിരാള സുതയായോ പാഞ്ചാലിയുടെ അക്ഷയപാത്രത്തില് മടനീര തോരനേ വെണ്ടക്കയും പുളിയുമാസ് കൊഴുപ്പ് നൽകി ആ സൗരഭ്യമേറിയിടുന്ന സാമ്പാർ കൊണ്ടുപോകാം. ഒത്തിരി സന്തോഷം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വരാൻ കഴിഞ്ഞതിൽ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് വന്നിട്ടുള്ളത്. അമ്പലത്തിലല്ല, ഈ വള്ളസദ്യ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ട് എപ്പോഴോ വന്നതാണ്. പക്ഷെ അതങ്ങനെ ഓർമ്മയിൽ അധികം അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നാണ് വന്നത്. ഒത്തിരി സന്തോഷം. കാരണം ഒരുപാട് ചടങ്ങുകൾ അനുസരിച്ചിട്ടാണ് ഇവിടെ കാര്യങ്ങളാണെങ്കിലും വള്ളത്തെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് വരുന്നതാണെങ്കിലും സദ്യയാണെങ്കിലും ഒക്കെ ഒരു ആചാര അനുഷ്ഠാനങ്ങൾ ഫോളോ ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ഒരു തിരുസന്നിധിയിൽ വന്നിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞത്, അത് ഏറ്റവും നല്ലതുപോലെ തന്നെ നിറഞ്ഞ മനസ്സോടെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. വള്ളസദ്യ പണ്ടപ്പോൾ ഒന്നാണ്. പിന്നെ ഈ അടുത്ത ദിവസം ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച ഒന്നില്ലേ, അനു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നേരത്തെ നമുക്കൊന്ന് വള്ളസദ്യ കഴിക്കാൻ പോയാലോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ കൃഷ്ണകുമാർ ചേട്ടനെ വിളിച്ചു. അപ്പോൾ ശരിക്കും എല്ലായിടത്തും നമ്മൾ സദ്യ കഴിക്കുമ്പം വയറ് നിറയുമെങ്കിൽ ഇവിടെ ഈ സദ്യയിൽ മനസ്സും വയറും ഒക്കെ എല്ലാം നമ്മുടെ ശരീരത്തിനും മനസ്സിനും എല്ലാം ഒരു തൃപ്തി കിട്ടും. ആചാരപരമായ ഒരു സദ്യ കഴിക്കുക എന്ന് പറയുന്നത് ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ്. ഒരു പ്രൊസീജിയറാണ്, ഒരു തുടക്കം. പിന്നീട് ഓരോ വിഭവങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ള അതിനെ സ്വീകരിക്കൽ, പിന്നെ സദ്യ, പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു ചടങ്ങ് ആദ്യത്തെ ഒരു അനുഭവമാണ്. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. പ്രജകൃഷ്ണകുമാർ നല്ലൊരു ഇത് തന്നതിൽ. താങ്ക് യു.